വസന്ത് തെങ്ങുംപള്ളി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിക്കുന്നത് ഒരു അന്തിമ തീർപ്പായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് വിചാരണയെയോ മറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെയോ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ജാമ്യം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കുറ്റക്കാരനല്ലാതാകുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുക, തന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുക എന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്കത് വേണ്ടി വരുന്നത്? നോക്കൂ, CPM പ്രതിനിധിയോട് അങ്ങ് ചക്ക എന്ന് പറയുമ്പോൾ അദ്ദേഹം ചക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു തരിമ്പിന്റെ പോലും, അതായത് അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോടതി പറഞ്ഞതുപോലെ അയോട്ട ഓഫ് എന്താ പറയുന്നത്, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത വാദഗതികളാണ് CPM പ്രതിനിധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു തന്ത്രി പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നാണ്. തന്ത്രി നിലവിൽപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് ഏതാ? അത് ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന ലിസ്റ്റിലാണ് SIT ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരുടേത് എന്നതിൽ CPMനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധിക്കോ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കോ എതിരഭിപ്രായം ഇല്ലല്ലോ, ഇല്ല. അപ്പോ തന്ത്രിയെ പെരുങ്കള്ളനായി നമ്മൾ അംഗീകരിക്കുകയാണ്. ഏത്? ജാമ്യം കിട്ടിയ തന്ത്രി, ഒന്നാമത്തെ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടിയ തന്ത്രിയെ പെരുങ്കള്ളനായി അംഗീകരിക്കുമ്പോൾ വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, 3 കോടതികളും ജാമ്യം തള്ളിക്കളഞ്ഞ് ഒടുക്കം 90 days സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ടെക്നിക്കൽ ബെയിൽ മാത്രം കിട്ടിയ പോറ്റി മുതൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ N. വാസു, ആരായിരുന്നു? കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്. പത്മകുമാർ, നിലവിലും CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പർ. N. വിജയകുമാർ, ആരാ? സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, തുടങ്ങിയ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ. അവരാരും എന്തുകൊണ്ടാണ് ഈ പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽ വരാത്തത്? തന്ത്രിക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നിരിക്കട്ടെ. എന്താണ് SITയുടെ വാദം ഈ കേസിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട്? അദ്ദേഹം തെറ്റായ രീതിയിൽ അനുജ്ഞ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അനുജ്ഞ കൊടുത്തത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ, അദ്ദേഹം കൊടുത്ത അനുജ്ഞ ശരിയാണോ എന്നറിയണമെങ്കിൽ മറ്റൊരു തന്ത്രി വന്ന് അന്ന് അനുജ്ഞ ഉണ്ടായിരുന്നു എന്നത് നോക്കണം. അതിനുശേഷം ആയതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണം. ഇനി ഞാൻ നിങ്ങൾ പറയുന്ന വാദം അംഗീകരിക്കുകയാണ്, തന്ത്രിക്ക് പങ്കുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ SIT എവിടെയാണ് തന്ത്രി ഇതിൽ ചേർത്തിരിക്കുന്നത്? ഒന്ന് ഗൂഢാലോചനയാണ്. തന്ത്രിക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം രാവിലെ ശബരിമലയിൽ വന്നിരുന്ന് ഗൂഢാലോചന നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ തന്ത്രി ആ ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുന്നു, CPM പറയുന്ന കണക്കിന് തെളിയിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായും പത്മകുമാറിന്റെ ഗൂഢാലോചന കുറ്റവും നിങ്ങൾ എടുക്കേണ്ടതായി വരും, നിങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പത്മകുമാറിനെ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്നത്, ആനയിച്ച് ആഴി ഒഴിഞ്ഞ് നിങ്ങൾ കൂടെ ഇരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം തള്ളിക്കളഞ്ഞ പത്മകുമാർ അടക്കമുള്ളവർക്ക് നോക്കൂ, നടപടി എടുത്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, കുറ്റക്കാരല്ല എന്നും പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലും അവരെ ന്യായീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ, അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെ ന്യായീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നത്? അദ്ദേഹം നിഷ്കളങ്കനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിൽ എന്നതാണ് എന്റെ ചോദ്യം. രേണുവിനോട് പറഞ്ഞത് രേണുവിന്റെ സ്വന്തം അഭിപ്രായമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു, ഒരു പ്രതിപട്ടികയിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ള നടന്ന, അമ്പലക്കൊള്ള നടന്ന കേസിലെ പ്രധാനി, ഈ പറയുന്ന സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിലെ പ്രധാനി, ആ പ്രധാനിയുടെ കേസിൽ കുറ്റപത്രം വരട്ടെ, അതുവരെ അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റില്ല, കുറ്റപത്രത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കട്ടെ, ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ എന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു മാസ്ക് സൃഷ്ടിക്കപ്പെടും, ഒരു പുകമറ സൃഷ്ടിക്കപ്പെടും. ആ ഗ്യാപ്പിൽ ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാസ്ക് കൊടുക്കുന്നത് കൊണ്ടും ആ സംരക്ഷണ കവചം ഒരുക്കുന്നത് കൊണ്ടും കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് കൊണ്ടും CPMനെ നിങ്ങൾ ഉൾപ്പെടെ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മാധ്യമങ്ങൾ വിമർശിക്കുകയല്ലേ, അത് ചോദ്യം ചെയ്യുകയല്ലേ. ആ സാഹചര്യം ഇപ്പോഴുമുണ്ട്, നിങ്ങൾക്കത് തുടരുകയും ചെയ്യാം. അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം. തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ ചോദിക്കൂ. എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. അതുപോലെ ആരോപണ വിധേയനായ, അറസ്റ്റിലായപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം
അല്ലെങ്കിൽ തന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ അദ്ദേഹം നിരപരാധിയാണ്, ഇത് വഴിതിരിച്ചു വിടാനാണ് എന്നൊരു നിലപാടിലേക്ക്, നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? രേണു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. തൽക്കാലം ന്യായീകരിക്കാൻ പറ്റാത്ത സുരേഷിന്റെ ആ ടേക്ക് കൂടി, ആ ഒരു എഫോർട്ട് കൂടി രേണു ഏറ്റെടുക്കണ്ട. എന്റെ സംശയമാണ്, എന്റെ സംശയം ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സുരേഷ് കുമാറിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു. 20 മിനിറ്റോളം 15 മിനിറ്റോളം എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷമാണ് താങ്കളോട് ചോദിക്കുന്നത്. രേണു ഈ ചർച്ചയിൽ ഏതായാലും CPM ഒരു പ്രതിനിധി ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം CPM വാദം പറയട്ടെ. ഞാൻ രേണുവിന്റെ വാദത്തിന് ഉത്തരം പറയാം. ഒന്നങ്ങ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വരെ ചോദിച്ചോളൂ. അല്ലെന്നേ, തെരഞ്ഞെടുപ്പ് വരെ ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്. ഈ കേസിൽ ഇവർ ഈ പറയുന്ന കൊള്ളക്കാരെ പൂർണ്ണാർത്ഥത്തിൽ കൈയൊഴിഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഇവന്മാരെ പുറത്താക്കുന്നോടം വരെ ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിലും ചോദിക്കും. അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് അന്നോട്ട് ന്യായീകരിക്കുന്നത്? ആര് ന്യായീകരിച്ചു? അറസ്റ്റ് ചെയ്ത് അന്നോട്ട് കോൺഗ്രസ് അങ്ങനെ ടേക്കെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റിലായ സമയത്തും വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേണു ഞാനൊരു കാര്യം രേണുവിനോട് ചോദിക്കട്ടെ. അതായത് പാമ്പ് ചത്താൽ വാർത്ത എവിടം വരെ? പരുന്തു ചാകുന്നോടം വരെയാണ്. അതുകൊണ്ട് മന്ത്രിയെ ചോദ്യം ചെയ്ത വാർത്ത മുക്കിക്കളയാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നൊരു മാനം ആ കേസിന് അന്ന് തൊട്ടേ ഉണ്ട്. അത് ശരിയാണെന്ന് കോടതി കണ്ടല്ലോ. അത് തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം അങ്ങനെയല്ലല്ലോ. തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം നിലനിൽക്കൂ? അന്വേഷണം തീർന്നോ? അല്ലല്ലോ. കാരണം എന്താ, ഈ 94 പേജുള്ള വിധിവാചകത്തിന്റെ ആദ്യം തന്ത്രിയുടെ മേൽ ഇൻടേക്ക് ചെയ്തിരിക്കുന്ന ചാർജസിന്റെ പേര് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്. അത് എല്ലാം ബെഞ്ച് ഓഫ് IPC സെക്ഷനുകളാണ്. ഒന്ന്, വ്യാജരേഖ ചമച്ചു. വ്യാജരേഖ എന്ന് വെച്ചാൽ വ്യാജ വിഗ്രഹം എന്ന് നമുക്ക് ഈ കേസ് എടുക്കാം. 2, ഗൂഢാലോചന നടത്തി 120B തുടക്കി 463 467 തൊട്ട് ഒരു ബെഞ്ച് ഓഫ് IPC സെക്ഷനുകൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. ആയതുമായി ബന്ധപ്പെട്ടാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പരിഗണിച്ചപ്പോൾ 94 പേജുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതിൽ 49 പോയിന്റുകളിലായി ഈ ഓരോ സെക്ഷനുകളും എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ തന്ത്രി നാളെ പോയി FIR കോഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി ഉണ്ടാകാതിരിക്കാൻ താങ്കൾ ഒരു അഭിഭാഷകനാണ്. അല്പം മുൻപ് നമ്മളോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ ജോയിൻ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഒരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ പരാമർശങ്ങളോ കണ്ടെത്തലുകളോ ആ കേസന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ള പ്രാഥമികമായ ബോധം താങ്കൾക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം തീർന്നു, തന്ത്രി കുറ്റവിമുക്തനായി എന്ന തരത്തിൽ താങ്കൾ ഈ ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. MG രേണു, അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ. അങ്ങനെ ഒരു ബോധം നിയമരംഗത്തെ ഇല്ല. അല്ല, അത് അഭിഭാഷകനായ സുരേഷ് പറയുന്നത് അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങെടുത്ത് അവതരിപ്പിക്കരുത്. അങ്ങ് സ്വയം ഇളിഫിയാത്തുള്ളൂ. ഈ ഞാൻ അവതരിപ്പിച്ചില്ല, ഞാൻ അദ്ദേഹത്തിന്റെ വാദമല്ല അവതരിപ്പിച്ചത്. നമുക്ക് പാനലിൽ തന്നെ ഒരു സുപ്രീം കോടതി അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അത് മാത്രവുമല്ല, ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ അന്വേഷണത്തെ ബാധിക്കില്ല എന്നും ജാമ്യം എന്ന് പറയുന്നത് കുറ്റവിമുക്തനാക്കലല്ല എന്നും അതിന്റെ പ്രാഥമിക നിയമ സംവിധാനത്തിലെ ബോധം എനിക്കുമുണ്ട്. രേണു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആരാണ് കേസ് ഡയറി പരിശോധിക്കുന്നത്? ഏത് ബെഞ്ചാ കേസ് ഡയറി പരിശോധിക്കുന്നത്? അത് പരിശോധിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിന് പലതവണ നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. 2, ഇത് ഇന്ന് തന്നെ ഇതിന് മുമ്പിരുന്ന ചർച്ചയിലും ഈ പറയുന്ന ഇടതു പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് SIT റിപ്പോർട്ട് ഈ കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല. അത് സീൽഡ് കവറിൽ മറ്റേ കോടതിയുടെ മുമ്പിലാണ് വരുന്നത്. അവിടെ ഒരു റിപ്പോർട്ട്, ഇവിടെ വേറൊരു റിപ്പോർട്ടാണ് SIT കൊടുക്കുന്നത്. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടും ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ആ വിഷയത്തിൽ എന്തൊക്കെ എവിഡൻസുകളാണ് കയ്യിലുള്ളത് എന്ന് SITയോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് വരുന്നത്. അതായത് SIT ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു റിപ്പോർട്ടും ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ മുമ്പിൽ മറ്റൊരു റിപ്പോർട്ടും അല്ല സമർപ്പിക്കുക. SIT സീൽഡ് കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് ശരിയാണ്. അതിനോട് സമാനമായ തന്ത്രിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയാൻ ആവശ്യമായ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പ്രോസിക്യൂഷൻ മുഖേന SIT കോടതിയിൽ സമർപ്പിച്ചേനെ. അത് സമർപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് there is nothing
അയോട്ട ഓഫ് എവിഡൻസ് ഒരു തരിമ്പ് പോലും തെളിവില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വരുന്നത്. 2, ഈ പറയുന്ന ജാമ്യാപേക്ഷ പരിഗണിച്ച വിജിലൻസ് കോടതി, ജാമ്യം നൽകിയ വിജിലൻസ് കോടതി 93 പേജുള്ള സവിസ്തരമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ തന്ത്രിക്ക് അതിൽ അസ്വാഭാവികതയോ സ്വാഭാവികതയോ ഉണ്ടെന്ന് നമുക്ക് ഡിബേറ്റബിൾ ആണ്. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ 100 പേജിൽ എഴുതാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ 1 പേജിൽ വിധി പ്രസ്താവന നടത്തണം. അതൊന്നും ഞാനോ രേണു അതിന് ഉള്ള അവകാശമുള്ളവരല്ല. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.